ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അമൃതം പൊടി കൊണ്ട് നമുക്ക് ചോക്കോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതിനുശേഷം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേറെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച മാവ് എല്ലാം കൂടി ഒന്ന് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് അതിൻ്റെ പൊടിയെല്ലാം ഉണ്ടാകും. നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സായി വന്ന ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വരെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾ വലിയ ബോൾസ് ആക്കി എടുക്കരുത്, വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അപ്പോൾ ഞാൻ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ അതൊന്നും ചെറിയ ബാൾസ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത മാവിൽ നിന്നും വീണ്ടും ഞാൻ കുറച്ച് മാവ് എടുത്താണ് ഇത് കാണിക്കുന്നത്. ഇതേപോലെ ചെറിയ ബാൾസാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ചോക്കോസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. ഇതേപോലെ നമ്മൾ എല്ലാ മാവും ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മാവ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ഒരു തട്ടിൽ വേണമെന്നുണ്ടെങ്കിലും വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കേക്ക് ട്രേയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ അടുപ്പിൽ 10 മിനിറ്റ് ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മളൊന്നത് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ വിട്ട് വരണം, ഒട്ടാണ്ട് കിട്ടണം. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ സൗണ്ട് വരണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇതേപോലെ സൗണ്ട് വരും. ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.